യെസ് മിസ്റ്റർ ജഹാൻ, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ വിഷയം? പെട്ടെന്ന് പറയണേ, ഒരു 2 മിനിറ്റ് സമയമുള്ളൂ. സി ഇപ്പൊ ഈ പ്രശ്നം എന്ന് പറയണേ, ഇതിപ്പോ ബംഗ്ലാദേശിന്റെ പ്രശ്നമായിട്ട് നമ്മൾ കണ്ട് കൈകാട്ടി നിൽക്കുക. ബംഗ്ലാദേശിന്റെ ഹിന്ദുക്കൾക്കാണ്, മൈനോറിറ്റീസിനാണ് സംഭവിച്ചതെന്ന് പറയുന്ന അതേ സമയത്ത് ഇവിടെ സുഖമായി ജീവിക്കണ മൈനോറിറ്റീസിന് എല്ലാ സൗകര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കണ ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ നാളെ ഹിന്ദുക്കൾ മൈനോറിറ്റീസ് ആവൂല എന്നാരുണ്ട് ഇതുപോലെ ഇവര് ചെയ്യാനും ആക്രമിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു, വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കണു, കേരളത്തിൽ സംഭവിക്കണു, കാശ്മീരിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെയെല്ലാം ഭാരതത്തിന്റെ കൾച്ചർ ഇല്ലാതാക്കാന്നുള്ള ഒരു റിലീജിയൻ അജണ്ട മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക്കലി ആണെങ്കിലും എല്ലാത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു വേദത്തിൽ നിന്നല്ല എല്ലാം പുറപ്പെട്ട് അങ്ങനത്തെ ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു സംഗതി വെസ്റ്റേൺ ബുദ്ധിയിൽ വരുന്നത് ഇവിടെ കുത്തിവെച്ച് പോയിട്ടാണ് ഇവിടെ ഇന്ത്യ വിഭജിച്ച്. അന്ന് അത് നടന്ന് ഈ പറഞ്ഞ അന്നും ഇവിടെ മിണ്ടിയില്ല ഹിന്ദുക്കളെ ഇവിടുന്ന് പോയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇവിടെ ഞാൻ എന്നും കാണുന്നുണ്ട് അനിൽജി, എത്രയോ പേരെ പാർട്ടീഷനിൽ ബാക്കിയായി പോയല്ലോ മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഡേ ഇത് പറയുന്ന ആൾക്കാരെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോ അത് കണ്ടാണ് ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ആകെ സോൺ ഔട്ട് ആയിട്ടാണ് നമ്മൾ കാണുക പലരെയും. അപ്പൊ അതിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോ ആ ആൾക്കാരെ നമ്മൾ വാച്ച് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബോർഡറിൽ ഇരുന്ന് അങ്ങോട്ട് സുഖമായിട്ട് പോയ മുസ്ലിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് തലയും വെട്ടി എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ അന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവായ നെഹ്റുവും ഗാന്ധിജിയും അതിന്റെ ബാക്കിയുള്ള ഹിന്ദുക്കളൊന്നും മിണ്ടിയവരൊക്കെ RSSകാരായി. ഇപ്പൊ അതിനെ പറ്റി പറയുമ്പോ RSS ആവും. കുത്തബ് മിനാറിന്റെ മേലെ പേരെഴുതി വെക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരൊക്കെ മുസ്ലിങ്ങളതാണ്, ഒറ്റ ഹിന്ദുക്കളെ പേരില്ല. ചരിത്രം ഇവരാണ് എഴുതിയത്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി എഴുതി. ആര് ചരിത്രം എഴുതണോ അതാണ്. അപ്പൊ അവരെഴുതി വെച്ച പേര് അവരുടെ ഉണ്ടാവുള്ളൂ. ആരെ പേരാണ് ഭഗത് സിംഗിനെ ആരെങ്കിലും ഇവിടെ ഓർമ്മിക്കാൻ ഇവിടെ ആരെയുണ്ട്? ആകെ ഒരു നെഹ്റുവിനെയും ഗാന്ധിജി. ഇപ്പോഴും അവര് പറയണ നെഹ്റുവിന്റെ കുടുംബക്കാര് വന്നപ്പോ വയനാട്ടിൽ താമസായി. അവരിപ്പോഴും പറയണ ആ താമസക്കാര് ഇനിയിപ്പോ ഹിമാലയൻ മലകളൊക്കെ റോബർട്ട് ഭദ്രന്റെ, അതേപോലെ വയനാട് മലകള് ഇപ്പൊ പ്രിയങ്ക എടുത്ത് അത് അവിടെ ഉണ്ടാവും. ഒരൊറ്റ കാര്യം നിങ്ങൾ ഏതായാലും റിപ്പോർട്ടൊക്കെ എടുക്കുന്നവരല്ലേ, ഇപ്പൊ മുണ്ടക്കയം മറ്റേ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ചൂരൽമലയില് എത്ര പേര് അനധികൃതമായി ഉണ്ടായവരുണ്ടായി. എന്തുകൊണ്ട് 10 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച തെരച്ചിൽ അവസാനിപ്പിച്ചു? കാടുകളിൽ എന്തുകൊണ്ട് തെരച്ചിൽ കിട്ടിയില്ല? എങ്ങനെ ഇത്ര 1000 ആൾക്കാർക്ക് എന്താ ആ പഞ്ചായത്തിൽ ആധാർ കാർഡും വോട്ടേഴ്സ് ID ഉണ്ടായിരുന്നില്ലേ? ആളെ തിരിച്ചറിയാത്ത എത്ര ആള് മിസ്സായി ഇന്ന് വരെ എന്തുകൊണ്ട് സർക്കാരിന് കണക്കെടുക്കാൻ പറ്റിയില്ല? ഇതുപോലെ കൊണ്ടുവന്ന് വയനാട്ടിൽ ഈ 5 വർഷം കൊണ്ട് താമസിപ്പിച്ച എത്രയോ പേര് ആ മലയോരങ്ങളിലുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളാ മലകളിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും ടെററിസത്തിന്റെ ഒരു വലിയൊരു അട്രാക്റ്റീവ് പ്ലേസാ. കുറച്ച് തണുപ്പും കുറച്ച് കുന്നും മലയും കാടും വെള്ളമൊക്കെ ഉണ്ടായ അതാണ് ഈ സംഭവിക്കുന്നത്. അതിന്റെ ആ തുടക്കത്തിലേക്കാണ് ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ കയറി അത് വന്ന് സർക്കാർ ഇരുന്നാല് വലിയ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്. ഹിന്ദു സമൂഹം തന്നെ, ഹിന്ദുക്കളെ ഒരു വിചാരമുണ്ട് നമ്മൾക്കൊന്നും അറിയില്ല. അങ്ങനെ പണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു തമാശയാണ്. അത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത്. ഹിന്ദുക്കൾ ആർക്കും ഒന്നും കൊടുക്കൂല, ധർമ്മം കൊടുക്കൂല, അവര് കൂടെ ഉള്ളവനെ സഹായിക്കൂല, അവർക്ക് മന്ത്രങ്ങളില്ല, അവർക്ക് ഇരിക്കുമ്പോ അവര് ഇത് പഠിച്ചിട്ടില്ല, റിലീജിയനെ പഠിക്കാത്തോണ്ടാണ് അവർക്ക് സംസ്കാരം ഇല്ലാത്തതെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നില്ലേ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ ഇസ്കോൺ പോലുള്ള ആൾക്കാര് അത് അവര് പഠിക്കുന്നുണ്ട്. ഇന്ത്യയില് ഏറ്റവും അധികം ചാരിറ്റിയും ഭക്ഷണവും ധർമ്മവും. ഈ റോഡിൽ ഭക്ഷണം പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഡൽഹിയിലൊക്കെ ജീവിക്കുക, നിങ്ങൾക്കറിയോ? ഭക്ഷണം കൊടുക്കുന്നത് അത് കൊടുക്കുന്ന ആരാണ്? ഹിന്ദുക്കൾ തന്നെയാ. ഇതുപോലെയുള്ള ബാബന്റെ ക്ഷേത്രത്തില് അല്ലെ പഞ്ചാബിന്റെ ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഇസ്കോന്റെ ക്ഷേത്രത്തില് റോട്ടിലിറങ്ങിയാൽ പൈസ കൊടുക്കാതെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് ഹിന്ദു കൊടുക്കുന്ന, അല്ലാതെ ഇവിടുത്തെ സൂഫികൾ മാത്രമേ ഉള്ളൂ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ടെററിസ്റ്റിന്റെ ഭക്ഷണവും നമ്മൾ എവിടെയും കാണുന്നില്ല, ആരായാലും ഏത് ടെററിസ്റ്റ് ആയാലും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് സൈഡ് കോർണർ ചെയ്താണ് ഹിന്ദുത്വ ആ മതത്തിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്നത്. പല കുട്ടികളും പറയുന്നേട്ടെ ഞങ്ങളെ മതത്തിലൊന്നുമില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അത് പഠിക്കാനും നമ്മളിപ്പോഴും ഞാൻ പറയണു നമ്മളെ കുട്ടികളെ
ഓരോ ഹിന്ദു അല്ല, ഓരോ ഭാരതീയനും, ഹിന്ദുസ്ഥാനിൽ ജനിച്ച എല്ലാവരും നമ്മളെ ദേശത്തിനെ പറ്റി, നമ്മളെ സംസ്കാരത്തിനെ പറ്റി, നമ്മളെ നാട്ടിലൊരു പിന്നെ വേദങ്ങളും ഈ പ്രപഞ്ചത്തിനെ പറ്റി മുഴുവനും പഠിപ്പിച്ച, ലോകത്തിനെ മുഴുവനും Yes. പഠിപ്പിച്ച, ലോകം കഴിഞ്ഞിട്ടല്ലേ പരലോകമുള്ളൂ, ഹൂറിമാരെടുത്ത് പോകുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബഹുമാനവും ഇതും നമ്മളെ സ്കൂളുകളിലും നമ്മളെ കുട്ടികളിലും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും.